ഇന്ത്യക്കെതിരെ ഏകദേശം 800 മുതൽ 1000 ഡ്രോൺസ് വരെയും പാകിസ്ഥാൻ സഹിച്ചുവെന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും പറഞ്ഞു. കൂടാതെ ഈ 800 മുതൽ 1000 ഡ്രോൺസ് ഇവയെല്ലാം സിവിലിയൻ പോപ്പുലേഷനെയും ഗോൾഡൻ ടെമ്പിളിനെയും നോക്കിയാണ് വിക്ഷേപിച്ചത്. ഇവയെല്ലാം ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ വ്യോമസേനയും ഒരുമിച്ച് പ്രവർത്തിച്ച് ന്യൂട്രലൈസ് ചെയ്തു. ഇങ്ങനെയും ഒരു കാര്യം പറഞ്ഞു. അന്നത്തെ ദിവസം ഈ ഇന്റഗ്രേഷൻ പ്രോസസ്സ് എങ്ങനെയെല്ലാം സംഭവിച്ചു, ഈ ഡ്രോണുകളെല്ലാം തടസ്സപ്പെടുത്താൻ എങ്ങനെയുള്ള പരിശീലനമാണ് അവർക്ക് നൽകിയത്, ഏത് തരത്തിലുള്ള ആയുധങ്ങളെ നമ്മൾ ഏതെല്ലാം ഭീഷണിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിശദമായ ഒരു എക്സ്പ്ലനേഷനും അവർ നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, പാകിസ്ഥാൻ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചത് ഏത് ടാർഗറ്റിനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ പാകിസ്ഥാനോട് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളെ മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, അതല്ലാതെ പാകിസ്ഥാൻ മിലിറ്ററിയെ ഏത് തരത്തിലും ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു. ആ ഒരു മിസൈൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായും റെസ്പോണ്ട് ചെയ്യണം. പക്ഷേ പാകിസ്ഥാന്റെ ഒരു മോശം സമയം എന്താണെന്ന് അറിയണ്ടേ? ഇന്ത്യയിൽ ഏതൊരു തീവ്രവാദ ഗ്രൂപ്പുകളും ഇല്ലായിരുന്നു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, പാകിസ്ഥാന് എഗെയിൻസ്റ്റായി പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾ, ബലൂചിസ്ഥാൻ പ്രദേശത്തുണ്ടല്ലോ ചില ഗ്രൂപ്പുകൾ, അവർക്ക് ഇന്ത്യ അഭയം നൽകുന്നേയില്ല. ഇന്ത്യൻ പ്രദേശത്തെ പാകിസ്ഥാന് എഗെയിൻസ്റ്റായ ഒരു ടെററിസ്റ്റ് ക്യാമ്പായി നമ്മൾ മാറ്റാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാൻസിന് വാലിഡ് ആയ ഒരു ടാർഗറ്റ് ലഭ്യമായിരുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഇന്ത്യൻ സിവിലിയൻസിന് നേരെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററിയിൽ മാത്രമേ അറ്റാക്ക് നടത്താൻ സാധിക്കൂ, അതും ഒരു പ്രത്യാക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇന്ത്യൻ സൈന്യം നമ്മൾ ചെയ്തത് പാകിസ്ഥാൻ തിരിച്ച് ഒരു ഫുൾ സ്കെയിൽ വാറിൽ വരരുത് എന്നതിനു വേണ്ടി നമ്മൾ അവരുടെ മിലിറ്ററി ടാർഗറ്റ്സിനെ എല്ലാം മാറ്റി നിർത്തി. അതേസമയം പാകിസ്ഥാൻസും നമ്മുടെ മിലിറ്ററി ടാർഗറ്റിന് നേരെ അവരുടെ മിസൈൽസ്, ഡ്രോൺസ് അയച്ചൊരു ആക്രമണം നടത്തിയാൽ തിരികെയുള്ള റെസ്പോൺസ് വളരെ ഭയാനകമായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചു. ഏകദേശം 3500 കിലോമീറ്റർ അതിർത്തിയുണ്ട് നമുക്കും പാകിസ്ഥാനും മധ്യേ. ഈ അതിർത്തിയിൽ വളരെ പ്രധാനപ്പെട്ട ഹൈലി ജനസംഖ്യ കൂടിയ പ്രദേശങ്ങളുണ്ട്. കൂടാതെ ഈ ഗോൾഡൻ ടെമ്പിൾ, ഈ റിലീജിയസ് സൈറ്റ്സ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ട്. ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് സിഖുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ്. സിഖുകാർ എന്നല്ല, ലോകം മുഴുവനിലെയും ഏത് മതസ്ഥരായിക്കോട്ടെ അവരവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ സ്ഥലം ചുറ്റിക്കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിഗ്നിഫിക്കന്റ് ലൊക്കേഷനെയാണ് പാകിസ്ഥാൻ ഡ്രോൺസ് വഴി ടാർഗറ്റ് ചെയ്തത്. ഇവിടെ പ്രധാനമായും ലക്ഷ്യം വച്ചതിന്റെ കാരണം തന്നെ ഇന്ത്യയിലുള്ള സിഖുകാർക്ക് എഗെയിൻസ്റ്റായി ഒരു ആക്രമണം നടത്തുകയും സിഖുകാർക്ക് ഇന്ത്യയിൽ സുരക്ഷയില്ല എന്ന് ലോകം മുഴുവനും പ്രചരിപ്പിക്കണം. കൂടാതെ കാനഡയിൽ ഖാലിസ്ഥാൻ എന്നൊരു സംഘടനയുണ്ട്. ഈ സംഘടനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ സംഘടനയ്ക്കും പാകിസ്ഥാനും ബന്ധമുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഘടനയ്ക്ക് ഇന്ത്യക്കെതിരെ പ്രചരണം നടത്താൻ ഒരു വാലിഡായ പോയിന്റായി ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ അറ്റാക്ക് മാറും. അതിനാൽ പാകിസ്ഥാൻ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ സിന്ധൂറിന് പെട്ടെന്നൊരു റെസ്പോൺസ് നൽകിയത് നമ്മുടെ സിവിലിയൻ പോപ്പുലേഷൻസിനെ നോക്കിയും ജമ്മു കാശ്മീർ പ്രദേശത്ത് ആർട്ടിലറി ഷെല്ലിംഗ് ഒക്കെ നടത്തി. അതും പ്രധാനമായി സിഖ് കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രോൺസിലൂടെ ഈ ഗോൾഡൻ ടെമ്പിളിനെയും ലക്ഷ്യം വെച്ചു. ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഗോൾഡൻ ടെമ്പിളിന്റെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തത്. അതും വളരെ പ്രധാനമായി നമ്മൾ അറിയേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗോൾഡൻ ടെമ്പിളിനെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയണം. ഖാലിസ്ഥാനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ടെമ്പിളിനെ ചുറ്റി ടെമ്പിളിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ആന്റി എയർക്രാഫ്റ്റ് ഗൺസ് നമ്മൾ നിർത്തിവെച്ചിരിക്കണം. L-70 പോലുള്ള ആന്റി എയർക്രാഫ്റ്റ് ഗൺ ഇതവിടെ സ്ഥാപിക്കുന്നതിന് ക്ഷേത്ര സമുച്ചയത്തിന് സമീപം ആ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നവരോട് അനുമതി വാങ്ങണം. സൈന്യത്തിന് ഒരു അധികാരമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ക്ഷേത്രം, പുണ്യസ്ഥലങ്ങളിലൊക്കെ ചെന്ന് ആർമിക്ക് അങ്ങനെ വെപ്പൺസ് വയ്ക്കാൻ സാധിക്കില്ല. അതിന് പ്രോപ്പറായ ഒരു അനുമതി ലഭിക്കണം. അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിലെ പ്രധാനപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും പറഞ്ഞത്, ഗോൾഡൻ ടെമ്പിൾ നടത്തിക്കൊണ്ടുവരുന്ന സിഖുകാർ ഞങ്ങൾക്കായിട്ടുള്ള ഒരു പെർമിഷൻ നൽകി. ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് ഏത് തരത്തിലുള്ള നടപടി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിന് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്നും അവർ പറഞ്ഞു. കൂടാതെ ഈ ക്ഷേത്രത്തിലെ വിളക്കുകൾ അണച്ചത്, ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ഒരു വശത്ത് ഡ്രോൺസിന് അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ചെറിയൊരു കുഴപ്പം സംഭവിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ മിലിറ്ററി ഡ്രോൺസിനെ എൻഗേജ് ചെയ്യുമ്പോൾ ചുറ്റും മറ്റേതൊരു ലൈറ്റും ഇല്ലാതിരിക്കുമ്പോൾ ആ ഡ്രോൺസിനെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല കോപ്പറേഷൻസ് ആ ടെമ്പിൾ കൈകാര്യം ചെയ്യുന്ന സിഖുകാർ നമുക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന് അവിടെ ലോക്കലിലുണ്ടായിരുന്ന സിഖുകാർ, പഞ്ചാബ് അല്ലെങ്കിൽ ഗുജറാത്ത്, ഇങ്ങനെ മുഴുവനായും അവിടെയുള്ള സിഖുകാരെല്ലാം തന്നെ
വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ പോലും നമ്മളൊന്നും ആവശ്യപ്പെടാത്തപ്പോൾ പോലും ഇങ്ങോട്ടേക്ക് വന്ന് എന്തെങ്കിലും സഹായം ചെയ്യണമോ എന്ന് ചോദിച്ചു. അതായത് ഇതിന് മുൻപ് വിരമിച്ച ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണേഴ്സ് എല്ലാവരും തന്നെ ക്യൂവിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ജോലി തന്നാലും ഞങ്ങളത് ചെയ്യുമെന്നും പറഞ്ഞു. കൂടാതെ പട്ടാളത്തിൽ ഇല്ലാത്ത യങ്സ്റ്റേഴ്സ് പോലും അവിടെ ചെന്ന് സഹായം വേണമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഖാലിസ്ഥാൻസ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുന്നതിന് മുൻപുവരെയും അവർ പറഞ്ഞിരുന്നത് ഇന്ത്യയിലുള്ള സിഖുകാർ പാകിസ്ഥാൻ എതിരെ യുദ്ധം ചെയ്യില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? പൂർണ്ണമായും സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ജനങ്ങളും ഇന്ത്യൻ സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകി. അചഞ്ചലമായ ഒരു പിന്തുണയ്ക്ക് ഇതാണ് ഉദാഹരണം. കാരണം റിസർവിലുള്ളവരെയും വിരമിച്ച പേഴ്സൺസിനെയും നമ്മൾ വിളിച്ചാൽ തീർച്ചയായും അവർ യുദ്ധത്തിന് വന്നേ മതിയാവുകയുള്ളൂ. പക്ഷേ വിളിക്കാതെ തന്നെ അവർ നിരനിരയായി വന്ന് നിൽക്കുകയാണ് സഹായിക്കാനായി, അവരുടെ രാജ്യവും അവരുടെ സ്ഥലവും സംരക്ഷിക്കാനായി. അതുകൊണ്ട് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ്, ഖാലിസ്ഥാന്റെ പ്രചരണം എന്നത് മറ്റു കൺട്രീസിൽ മാത്രമേ വർക്കാവുകയുള്ളൂ, എന്നാൽ ഇന്ത്യൻ സിഖുകാർക്കിടയിൽ അത് യാതൊരു രീതിയിലും വർക്കൗട്ട് ആകില്ല. ഇപ്പോൾ ഈ ആന്റി എയർക്രാഫ്റ്റ് ഗൺസിന്റെ പ്ലേസ്മെന്റിനും അപ്പുറം എങ്ങനെയാണ് ഡ്രോണിനെ എൻഗേജ് ചെയ്തത്? സ്വാം ഡ്രോൺസ് വരുമ്പോൾ ഏകദേശം 300-400 ഡ്രോൺസ് ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ എൻഗേജ് ചെയ്യണമെന്നുള്ള ഒരു പരിശീലനം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തുവിട്ടത്. ഏപ്രിൽ മാസം 26, 27, 28 ഈ 3 ദിവസത്തിലും, അതായത് ഭീകരാക്രമണങ്ങൾ നടന്നതിന് ശേഷം ഈ 3 ദിവസത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് സ്വാം ഡ്രോൺസ് അകത്തേക്ക് വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു അടിസ്ഥാന പരിശീലനം അവർക്ക് നൽകി. ഈ ഒരു ഓപ്പറേഷനിൽ ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെതിരെ 100 കണക്കിന് ഡ്രോൺസ് വരും. സ്വാം ഡ്രോൺസ് വരുമ്പോൾ ആ ഡ്രോൺസിനെ എൻഗേജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് ഒരു വശത്ത് മാറ്റിവെക്കാം. മറ്റൊരു വശത്ത് നമ്മുടെ റഡാർസിന്റെ ലൊക്കേഷൻസ് ഒരിക്കലും നമ്മൾ അവർക്ക് നൽകാൻ പാടില്ല. കാരണം ഈ ഡ്രോൺസിന്റെ എല്ലാം ലക്ഷ്യം തന്നെ, അവരുടെ ഉദ്ദേശം തന്നെ അതാണ്. ആദ്യം സംഭവിക്കുന്നത് ലോ ആൾട്ടിറ്റ്യൂഡിൽ, ലോ സ്പീഡിൽ പറക്കുന്ന ചീപ്പായ ഡ്രോൺസിനെ മാത്രമേ അയക്കുകയുള്ളൂ. അത് 100 കണക്കിന് അയക്കും. ഈ ഡ്രോൺസ് എല്ലാം അകത്തേക്ക് പോയ ഉടനെ സൈന്യം പെട്ടെന്ന് പരിഭ്രാന്തരായി ഈ റഡാർസിനെ എല്ലാം ഓൺ ചെയ്യും. ഫുൾ റഡാർ ഉപയോഗിച്ച് ഡ്രോൺസിനെ എല്ലാം എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ റഡാർ എമിറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നേച്ചേഴ്സ് ട്രാക്ക് ചെയ്ത് ഈ റഡാറിന്റെ ലൊക്കേഷനിലേക്ക് അടുത്ത ഘട്ടമായി ശത്രുക്കൾ പവർഫുള്ളായ സൂയിസൈഡ് ഡ്രോൺസിന് അയക്കും. നമ്മൾ ഇസ്രായേലിന്റെ പക്കൽ നിന്ന് വാങ്ങിയ ആന്റി റേഡിയേഷൻ ഡ്രോൺസ് അയച്ചല്ലോ, അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻസും ഇതിനെ പിന്തുടർന്ന് അവരുടെ സൂയിസൈഡ് ഡ്രോൺസിന് അയക്കും, അല്ലെങ്കിൽ മിസൈൽസിന് അയക്കും. ഇതൊന്നും സംഭവിക്കാതിരിക്കാനായി ഇന്ത്യൻ സൈന്യത്തിന് 26, 27, 28 ഈ ഒരു 3 ദിവസത്തിൽ തന്നെ ഈ ഒരു ട്രെയിനിങ് നൽകി. ഇങ്ങനെയുള്ള സ്വാം ഡ്രോൺസ് വരികയാണെങ്കിൽ റഡാറിനെ ഓൺ ചെയ്യാതെ തന്നെ എപ്പോഴാണോ ആവശ്യം അപ്പോൾ മാത്രം ഓൺ ചെയ്യുകയും ടാർഗറ്റിനെ എൻഗേജ് ചെയ്യാനുള്ള ഒരു പരിശീലനം നൽകി. ഈ ഒരു പരിശീലനം നൽകിയില്ലായിരുന്നെങ്കിൽ, ഇന്ത്യൻ സൈന്യത്തിന് എങ്ങനെ സ്വാം ഡ്രോൺസിനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് അറിയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചിരിക്കുമായിരുന്നു. എയർ ഡിഫൻസ് സിസ്റ്റം അസറ്റ്സ് നമുക്ക് വലിയ തോതിൽ നഷ്ടമാകുമായിരുന്നു. ഇതാണ് സത്യം. ആ 3 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് ശരിയായ സമയത്ത് നൽകിയിട്ടുണ്ട്, ശരിയായ സ്ഥലത്ത് നൽകിയിട്ടുണ്ട്. അടുത്തത് ലോ ഫ്ലൈയിങ് ടാർഗറ്റ്സും ഡ്രോൺസിന്റെ കാര്യം വരുമ്പോൾ ഓരോന്നിനും ഓരോ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഏറ്റവും വലിയ അസറ്റ്സ് ഉണ്ടാകും. ഫൈറ്റർ ജെറ്റ്സ്, എവാക്സ്, ഏരിയൽ റിഫ്യൂലിംഗ് ടാങ്കേഴ്സ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസ്. ഇതിനൊക്കെ നമുക്ക് S-400 ഉപയോഗിക്കാം. ബൈരത്താർ TB2 അല്ലെങ്കിൽ ക്വാഡ്കോപ്റ്റർ അകത്തേക്ക് വരികയാണെങ്കിൽ അതിന് നമുക്ക് S-400 ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ആ ഡ്രോണിന്റെ വിലയുമായി കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഡ്രോൺ പോസ് ചെയ്യുന്ന ആ ത്രെഡുമായി കമ്പയർ ചെയ്യുമ്പോൾ S-400 ഇന്റർസെപ്റ്റർ മിസൈൽ എന്നത് വളരെ ചിലവേറിയതാണ്, വില കൂടിയതാണ്. അതിനെ വലിയ വലിയ ത്രെഡിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിനായി ഉപയോഗിക്കുന്നത് ആകാശ വ്യോമ പ്രതിരോധ സംവിധാനം, അല്ലെങ്കിൽ നമ്മുടെ മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ബറാക്ക് 8 ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ മാൻ പാഡ്സ് ഉപയോഗിക്കാം. ഷോൾഡർ മൗണ്ടഡ് എയർ ഡിഫൻസ് സിസ്റ്റം, ഷോൾഡറിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളത്. ഇവയ്ക്കെല്ലാം അപ്പുറം അവസാനത്തെ ലൈൻ ഓഫ് ഡിഫൻസിൽ വരുന്നതാണ് L-70 എന്ന ഗൺസ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. വലിയ വലിയ എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഉദാഹരണത്തിന് ആകാശുണ്ട്, MR-SIM ഉണ്ട്, S-400 ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഇവയെല്ലാം ഒരു വലിയ ഏരിയയെ അതിന്റെ റെസ്പോൺസിബിലിറ്റിയായി എടുക്കും. ആകാശിന് അതിന്റെ റേഡിയസ് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ടായിരിക്കും. MR-SIM-ന് 80 മുതൽ 100 കിലോമീറ്റർ, S-400-ന് 400 കിലോമീറ്റർ. അപ്പോൾ S-400-ന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അതിന് ചുറ്റുമുള്ള 400 കിലോമീറ്റർ ഉണ്ടായിരിക്കും. എന്നാൽ ചെറിയ രീതിയിലുള്ള ഡ്രോൺസിനെ കൗണ്ടർ ചെയ്യണമെന്ന സാഹചര്യം വരുമ്പോൾ, അതായത് നമ്മൾ ഓരോ എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഓരോ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് നൽകിയിട്ടുണ്ട്. ഈ അലൊക്കേഷനും അപ്പുറം അകത്തേക്ക് നുഴഞ്ഞു കയറി വരുന്ന ടാർഗറ്റ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് L-70 ആന്റി എയർക്രാഫ്റ്റ് ഗൺസ് ഉപയോഗിക്കുന്നത്.
അതായത് അവസാനത്തെ ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ടാണ് L-70 ഉള്ളത്. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് ഇന്ത്യൻ സൈന്യം ഒരു കാര്യം ചെയ്തു. ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിലുള്ള L-70 എല്ലാം എടുത്തുകൊണ്ടുവന്ന് നമ്മൾ അതിർത്തിക്ക് വളരെ സമീപം, അതായത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ നമ്മൾ L-70 നിർത്തി. ഇങ്ങനെ നിർത്തിവെച്ചത് കൊണ്ടാണ് അകത്തേക്ക് വന്ന ചീപ്പായ ഡ്രോൺസിനെ അതിർത്തിയിൽ നിന്നും അകത്തേക്ക് കടക്കാതെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ചില പ്രധാനപ്പെട്ട ടാർഗറ്റ്സിനെ സംരക്ഷിക്കാനും സാധിച്ചു. ഉദാഹരണത്തിന് ഹൈലി പോപ്പുലേറ്റഡ് പ്രദേശങ്ങളുണ്ട്, ജനസംഖ്യ കൂടുതലുള്ള ചില പ്രദേശങ്ങൾ. അവിടെ ഒരുപാട് L-70 ഗൺസ് നിർത്തിവെച്ചു. ഇനി എയർബേസസിന് ചുറ്റും L-70 ഗൺസ് നിർത്തി. കൂടാതെ അഡീഷണൽ ചില സ്ഥലങ്ങളിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകും, അമ്മുനേഷൻ ഡെപ്പോസ് ഉണ്ടാകും. അവയെ ചുറ്റിയും L-70 നിർത്തിവെച്ചിരുന്നു. പ്രധാനമായും ചില റിലീജിയസ് സൈറ്റ്സ് ഉണ്ട്. ഗോൾഡൻ ടെമ്പിൾ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട മതസ്ഥലങ്ങളിലെല്ലാം ഈ ആന്റി എയർക്രാഫ്റ്റ് ഗൺസായ L-70 നിർത്തിവെച്ചിരുന്നു. അപ്പോൾ അവസാനം നിർത്തിവെച്ചിരിക്കേണ്ട ഗൺസിനെ എല്ലാം എടുത്ത് നമ്മൾ ശരിയായ സമയത്ത് മുന്നിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് ഇത്രയേറെ ഡ്രോൺസിനെയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തടസ്സപ്പെടുത്താൻ സാധിച്ചത്. ഇതിന്റെ സ്കെയിലിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇന്ത്യ ഒരു ജനസാന്ദ്രത കൂടുതലുള്ള രാജ്യമാണ്. അമേരിക്ക പോലെ, UK പോലെ, കാനഡ പോലെയൊക്കെ വിട്ട് വീടുകൾ ഉണ്ടാവുകയില്ല. ഹൈലി പോപ്പുലേറ്റഡ് ഏരിയയ്ക്കുള്ളിൽ ഇത്രയേറെ ഡ്രോൺസ് അയക്കുമ്പോൾ ആ ഡ്രോൺസ് കാരണം സംഭവിക്കുന്ന കാഷ്വാലിറ്റീസ് റേറ്റ് എന്നത് വളരെ കൂടുതലായിരിക്കും. ഉക്രൈൻ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഡെൻസിറ്റി വളരെ കുറവാണ്. എങ്കിൽ പോലും അവർക്ക് എത്രത്തോളം നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു 140-150 ഡ്രോൺസ് ഒക്കെ റഷ്യ അയക്കുകയാണെങ്കിൽ പോലും ഉക്രൈനെ കൊണ്ട് അതിൽ 30-40 ഡ്രോൺസിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പോരാത്തതിന് 45 കൺട്രിയിലധികം അവർക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അവരെ കൊണ്ട് അത് മാത്രമേ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഇത്രയേറെ ജനസാന്ദ്രതയുണ്ട്. ഇവിടെ ഒരേ സമയത്ത് 300-400 ഡ്രോൺസ് ആണ് പാകിസ്ഥാൻ അയച്ചത്. പക്ഷെ ആ ഡ്രോൺ കാരണം ഒരു സിവിലിയൻ കാഷ്വാലിറ്റി പോലും സംഭവിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആരും സംസാരിക്കില്ല. കാരണം ഇന്ത്യയല്ലേ. ഇന്ത്യ ഏതൊരു മഹത്തായ വിജയം നേടിയാൽ പോലും ഏതൊരു രാജ്യവും അതിനെക്കുറിച്ച് സംസാരിക്കാനും പോകുന്നില്ല. ഒരു കാഷ്വാലിറ്റി പോലും, സിവിലിയൻ കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ഡ്രോൺസിനെല്ലാം നമ്മൾ സക്സസ്ഫുള്ളായി ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആർമി, എയർഫോഴ്സ് ഇവിടെ രണ്ടുപേരുടെയും ഇന്റഗ്രേഷനാണ് കാരണം. ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വരുമ്പോൾ എയർഫോഴ്സിന്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകും, ആർമിയുടെ പക്കലും ഒരു സെറ്റ് ഓഫ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകും. ഇതിന് മുൻപ് വരെയും രണ്ടുപേരും പ്രത്യേകമാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊരാശയം വന്നു. ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം S-400 ഒഴികെ S-400ന് താഴെയുള്ള എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റംസും, MRSAM, ആകാശ്, L-70 ഗൺസ് ഇവയെല്ലാം ഒരുമിച്ച് ഒരു ഏരിയയ്ക്കുള്ളിൽ കൊണ്ടുവരും. അപ്പോൾ എയർഫോഴ്സിന് ഒരു ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന സാഹചര്യം വരുമ്പോൾ ആർമിയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് അവർ ഓർഡർ നൽകും. അവരുടെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഉപയോഗിക്കാതെ ആർമി ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ആ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആർമി ചിന്തിക്കുകയാണെങ്കിൽ എയർഫോഴ്സിന്റെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ കമാൻഡ് കൊടുത്ത് അതുവഴിയും ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് S-400ന് മാത്രമില്ല. S-400 പൂർണ്ണമായും എയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ഇങ്ങനെ പല തരത്തിലുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യം എടുത്തിട്ടുണ്ട് ഈ പ്രത്യേക എയർ ഡിഫൻസ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ ഡ്രോൺസിനെ കുറിച്ച് മാത്രമാണ് അറിഞ്ഞത്. ഇനി ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, മിസൈൽസ് ഉണ്ട്. ഈ ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇന്ത്യ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ നിലവിലെ ഈ പാകിസ്ഥാന്റെ പ്രചരണമെല്ലാം പതിയെ കുറഞ്ഞു വരികയാണ്. കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പാകിസ്ഥാൻ ക്ലിയറായി തന്നെ ഇൻഫർമേഷൻ വാർഫെയറിൽ വിജയിച്ചിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻസ് എന്ത് പറഞ്ഞാലും ലോകം വിശ്വസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പതിയെ നിഷേധിക്കാനാകാത്ത തെളിവുകൾ ലഭിക്കുകയാണ്. ഈ തെളിവുകൾ പാകിസ്ഥാൻസ് തന്നെ എടുത്തു നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ തെളിവുകൾ ഇങ്ങനെ വരുംതോറും ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ലോകം മനസ്സിലാകും. ഒരു റെക്കഗ്നൈസേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന കൃത്യമായ തെളിവുകളോടുകൂടി, റഡാർ ഇമേജ് തെളിവുകളോടുകൂടി എല്ലാം നമ്മൾ എത്ര വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് നൽകും. അതേസമയം ഇന്ത്യൻ ഭാഗത്ത് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഇൻഫർമേഷനും ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കും. എല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായും അറിയാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ ചാനലിലൂടെയും അറിയാൻ കഴിയും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ വോയിസ് ഓഫ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.